വളരെ കംഫർട്ടബിൾ ആയിട്ടും വളരെ ക്ലാസി ആയിട്ടും നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. ലിനൻ എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് മെറ്റീരിയൽ. അതിൽ ഫുൾ ബോഡിയിലും ഹാൻഡ് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് സാരി വന്നിരിക്കുന്നത്. ഒരു ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡറും ബേബി പിങ്കും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ചില്ലി റെഡിലുള്ള റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില്ലി റെഡ് ബ്ലൗസ് നമുക്ക് ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ സാരീസിനും ആ ഒരു കോമ്പിനേഷൻ വരുന്നത് ചില്ലി റെഡിൽ തന്നെയായിരിക്കും. അത് കൂടാതെ നല്ല പാറ്റേണിൽ സെൽഫ് കളറിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് സാരിയുടെ കൂടെ അവൈലബിൾ ആണ്. ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു ബോർഡറിലും ഹാൻഡ് വർക്ക് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. സാരി ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരിക. ഫുൾ സാരിയിലും സെയിം അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ്. മുന്താണി ഫുൾ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും വരുന്നത്. അത് കൂടാതെ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. നമുക്ക് ബോർഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബോർഡർ ഒരു ചില്ലി റെഡിന്റെ റിബൺ ബോർഡർ ആയിരിക്കും സാരിയുടെ എഡ്ജിൽ വരിക. അത് ഒരു മാറ്റ് സിൽവറിലുള്ള ഒരു പിങ്കിഷ് സിൽവറിലായിരിക്കും ബോർഡർ വരിക. വീണ്ടും ഹാൻഡ് വർക്കിന്റെ പാറ്റേണിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ബോർഡറിൽ വരുമ്പോൾ അതേ ടോണിൽ തന്നെ ബേബി ആ ഒരു പിങ്ക് ടോണിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ബോഡിയിൽ ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. അതൊരു ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരിക. പിങ്ക് ആൻഡ് ഗ്രീൻ, യെല്ലോ, ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് മോട്ടീവ്സ്. ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയിലെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. അതൊരു ഫ്രഞ്ച് നോട്ട്സും പുള്ളി നോട്ട്സും വെച്ച് വന്നിട്ട് അതിലൊരു വാട്ടർ ഗോൾഡ് സീക്വൻസ് വർക്ക് ആയിരിക്കും മിഡിലിൽ വരുന്നത്. വീണ്ടും എഡ്ജിൽ ആ ബോർഡറിൽ വരുന്ന അതേ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേണിൽ ഒരു ട്രിപ്പിൾ കളർ പാലറ്റിലായിരിക്കും വരുന്നത്. ഒരു ലൈറ്റർ പിങ്ക്, മസ്റ്റേർഡ് യെല്ലോ, ഡാർക്ക് പിങ്ക്, ഈ ഒരു ടോണിലാണ് മുന്താനിയുടെ എൻഡ് വരുന്നത്. മുന്താനിയുടെ ഡാർക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഡാർക്ക് പിങ്കിലായിരിക്കും വരുന്നത്. ഈ ഒരു ടോണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഡാർക്ക് പിങ്കിൽ തന്നെയായിരിക്കും. ആ ഒരു പിങ്ക് ടോണാണ് ബോർഡറിന്റെ എഡ്ജിൽ വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗൻ പാർട്ടി വെയർ സാരിയാണ്. സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. ഇതായിരിക്കും കോമ്പിനേഷൻ. ഈ ഒരു ഡാർക്ക് പിങ്ക് ടോണിൽ ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് കളർ സഫയർ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഫാബ്രിക് സെയിം തന്നെ, സോഫ്റ്റ് ലിനൻ തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിലും അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത് സാരിക്ക്. ഇതിന്റെ കോമ്പിനേഷൻ ബർഗണ്ടി ആണ്. ബർഗണ്ടിയിലായിരിക്കും ആ റിബൺ ബോർഡർ വരുന്നത് സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് ബോർഡറിൽ വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ്, പല്ലു ആയിരിക്കും മുന്താണി വിത്ത് ബ്ലൗസ്. ഒരു ടോൺ ഡാർക്കറിൽ ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നട്ട് ബ്രൗൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിലും ചില്ലി റെഡിലായിരിക്കും ആ ഒരു റിബൺ ബോർഡർ വരുന്നത്. നല്ല കോമ്പിനേഷനിലാണ് ആ ഒരു ലാവൻഡർ പേർപ്പിൾ ടോണിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ബോർഡറിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോർഡറിൽ ആ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് ചില്ലി റെഡിലാണ് ബോർഡർ. ഫ്ലോറൽ മോട്ടീവ്സ്, മുന്താണി, ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. സാരിയുടെ ഒരു ഓൾ ലുക്ക് ഇങ്ങനെ വരും വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഗ്രീനിലും ചില്ലി റെഡ് തന്നെയാണ് ആ ഒരു റിബൺ ബോർഡർ വരുന്നത്. ചില്ലി റെഡിൽ തന്നെയായിരിക്കും വരുന്നത്. ഇതിനും കോമ്പിനേഷൻ ആയിട്ട് നല്ലൊരു പേർപ്പിളാണ് ഹാൻഡ് വർക്ക് വരുന്നത് ബോർഡറിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡറിലെ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫ്ലോറൽ മോട്ടീവ്സ്, മുന്താണി, ചില്ലി റെഡിലായിരിക്കും ടാസിൽസ് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. കൂടാതെ ഹാൻഡ് വർക്കിൽ ആ പല്ലുവിലും ഫ്ലോറൽ മോട്ടീവ്സിലും ചെറിയ വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. നെക്സ്റ്റ് സാരി ഒരു യൂണീക് കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്രൈ ലീഫ് ബ്രൗൺ ആണ്. ഉണങ്ങിയ ഇലയുടെ ബ്രൗൺ ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ ആണ് സാരി വന്നിരിക്കുന്നത്. ചില്ലി റെഡി തന്നെ ആയിരിക്കും റിബൺ ബോർഡർ വരുന്ന സാരിക്ക്. ഇതിന് ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ ഒരു പേർപ്പിൾ ആണ്. പേർപ്പിൾ ടോണിലായിരിക്കും ഹാൻഡ് വർക്കിന്റെ ആ ഒരു വർക്ക് വരുന്നത്. ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ്, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. മസ്റ്റേർഡ് യെല്ലോ, ബേബി പിങ്ക് ആൻഡ് പേർപ്പിൾ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും പല്ലുവിൽ വർക്ക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു മോവ് ടോൺ ആണ്. മോവ് വിത്ത് ആ ഒരു ചില്ലി റെഡിലായിരിക്കും റിബൺ ബോർഡർ വരുന്ന സാരിക്ക്. ഇതിനും ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ പേർപ്പിൾ ടോണിലായിരിക്കും ബോർഡറിലെ ഹാൻഡ് വർക്ക് വരുന്നത്. ചില്ലി റെഡ് ബോർഡർ, ഫ്ലോറൽ മോട്ടീവ്സ് ആൻഡ് പല്ലു. ഒരു ഡാർക്ക് മൗ ടോൺ ആയിരിക്കും മുന്താണിയിലെ ഒരു ബേസ് വരുന്നത്.
അതുകൊണ്ട് തന്നെ ആ ഡാർക്ക് മൗ ടോണിലായിരിക്കും, ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സിലായിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ. നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ് സാരി വരുന്നത്. അതിൽ റിബൺ ബോർഡർ വരുന്നുണ്ട്. ഒരു മെറൂൺ ടോണിലാണ് റിബൺ ബോർഡർ വരുന്ന സാരിക്ക്. ഇതിന്റെ ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേണും ഡിസൈനും എല്ലാം മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ബോർഡറിലെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു മൾട്ടി കളറിൽ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ ഇത്, മെഷീൻ എംബ്രോയിഡറി അല്ല, ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ തന്നെ മിനിയേച്ചർ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ്, കാന്ത വർക്കിന്റെ പാറ്റേണിലാണ്, ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. കൂടാതെ ആ ബോർഡറിൽ വരുന്ന അതേ വർക്ക് തന്നെ മുന്താണിയിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. നല്ലൊരു കോൺട്രാസ്റ്റ് പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബോഡി വരുന്നത് നല്ലൊരു അക്വാ ഗ്രീനിലാണ്, ഫുൾ സെയിം സ്റ്റൈലിൽ തന്നെ മെറൂൺ റിബൺ ബോർഡർ. പല്ലു വരുമ്പം ഒരു പീച്ച് ടോണിലാണ്, പീച്ച് ഷെയ്ഡിലായിരിക്കും മുന്താണിയിലെ ആ ഒരു കാന്ത വർക്ക് വന്നിട്ട്. കൂടാതെ ബോർഡറിൽ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. അതിലും ആ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും കാന്ത വർക്കും കൂടി ആയിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസ് ഈ ഒരു സ്റ്റൈലിലാണ് ബ്ലൗസ് വരുന്നത്. ആ ഒരു മുന്താണിയുടെ കളറിൽ തന്നെ സെയിം അതേ വർക്ക് വന്നിട്ട് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ബോഡിയിൽ വരുന്ന ഒരു മോട്ടീവ്സ് ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നുണ്ട്. പ്ലസ് ആ ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിംഗും വരുന്നുണ്ട് ബ്ലൗസിൽ. നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ബ്ലെൻഡഡ് മൗ ടോൺ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഇതിലും സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ചില്ലി റെഡിലാണ് റിബൺ ബോർഡർ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ചില്ലി റെഡ്, പീച്ച്, മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും, അത് ലീഫിലായിരിക്കും, ഗ്രീനിലായിരിക്കും ലീഫ് പാറ്റേൺസ് വരുന്നത്. ഇത് റിബൺ ബോർഡർ, ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ. ആ ബുള്ളി നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലോറൽ മോട്ടീവ്സ് വിത്ത് കോൺട്രാസ്റ്റ് പല്ലു. നല്ലൊരു പേസ്റ്റൽ യെല്ലോ കാന്ത വർക്ക് വരുന്നുണ്ട്. സെയിം അതേ വർക്ക് തന്നെ ആയിരിക്കും മുന്താണിയിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇതായിരിക്കും ആ ഒരു കോമ്പിനേഷൻ, ഒരു പിങ്കിഷ് മോ വിത്ത് പേസ്റ്റൽ യെല്ലോ. പേസ്റ്റൽ യെല്ലോയിലാണ് ഫുൾ വർക്കിൽ റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി റിവേഴ്സ് കോമ്പിനേഷൻ ആണ്. ഇതിന് മുൻപത്തെ സാരിയുടെ തന്നെ റിവേഴ്സ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോഡി വരുമ്പം യെല്ലോ ഷെയ്ഡും പല്ലു വരുമ്പം ആ ഒരു പിങ്കിഷ് മൗ ടോണിലുമാണ് സാരി വന്നിരിക്കുന്നത്. യെല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ് യെല്ലോ അല്ല, ഒരു ബ്രൗൺ ടിൻറ്റഡ് യെല്ലോ ആണ് സാരി വരുന്നത്. ലിനനിൽ വരുമ്പം ആ ഒരു ബ്രൗൺ ത്രെഡ് കൂടി വന്നിട്ടുണ്ട് സാരിക്ക്. പക്ഷെ നല്ല കളറാട്ടോ. സെയിം സ്റ്റൈൽ ഫുൾ ബോഡിയിലും ആ ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ആ ഒരു മോട്ടീവ്സ് വരും. ബോർഡർ വിത്ത് റെഡിൽ തന്നെയാണ്, ചില്ലി റെഡ് തന്നെ ആയിരിക്കും റിബൺ ബോർഡർ വരും. ആ ഒരു പിങ്കിഷ് മൗ ടോണിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് കാന്ത വർക്കിൽ സാരിയുടെ മുന്താണി വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് നല്ലൊരു ഗ്രീൻ ആണ്, പേസ്റ്റൽ ഗ്രീൻ ആണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. റെഡിലായിരിക്കും, ചില്ലി റെഡിലൂടെ റിബൺ ബോർഡർ. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരിക വിത്ത് ഫ്ലോറൽ മോട്ടീവ്സ്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ കോൺട്രാസ്റ്റ് റണ്ണിങ് ബ്ലൗസ്. ഫുൾ വർക്കിലാണെങ്കിൽ വിത്ത് ബ്ലൗസ്. ഫുൾ ബോഡി ഹാൻഡ് വർക്കിൽ പ്യുവർ ലിനൻ ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും നല്ലൊരു മാറ്റ് ഗ്രീൻ ആണ് സാരിയുടെ കളർ വരുന്നത്. ഒരു റെയർ ഗ്രീൻ ആണ് സാരി. അതിലും ചില്ലി റെഡ് തന്നെയാണ് കോമ്പിനേഷൻ. ആ ഒരു റിബൺ ബോർഡർ വരുന്നത് ചില്ലി റെഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമുക്ക് ചില്ലി റെഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാരീസിനും നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം സാരിയുടെ കൂടെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഹാൻഡ് വർക്കിൽ തന്നെയുള്ള ബ്ലൗസസ് ആണ് സാരിക്ക് വരുന്നത്. പിന്നെ വരുമ്പോഴും ബോർഡർ വരുന്നത് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ തന്നെ ബുള്ളി നോട്ട്സിന്റെ ഫ്ലോറൽ പാറ്റേൺ വിത്ത് ചില്ലി റെഡ് ബോർഡർ. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. മുന്താണി യെല്ലോയിലാണ് സാരിയുടെ പല്ലു വരുന്നത്. കോമ്പിനേഷൻ മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ട് ആ കാന്ത വർക്ക് തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുന്നത്. യെല്ലോയിൽ തന്നെ ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.